യുടെ അംശവും കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സന്ധ്യാനാമം ചൊല്ലുക, രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്യുക, ഭാഗവത സപ്താഹം കേൾക്കുക. സന്ധ്യാസമയത്ത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതാണ്, വീട്ടിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ ദീപം എന്ന് പറഞ്ഞൊരു ദീപം കാണിക്കും. അവിടുത്തെ കാരണവർ വരെ എഴുന്നേറ്റ് നിന്ന ദീപത്തെ തൊഴാറുണ്ട്. ഇന്നിപ്പോൾ എത്ര പേരത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഭൂരിപക്ഷം പേര് അത് ചെയ്യുന്നില്ല എന്നുള്ള പരമാർത്ഥമാണ്. ഇന്ന് അതിന് പകരം ഒരു വിളക്കുകളൊക്കെ പലരായി വന്നിട്ടുണ്ട്. ആ വിളക്കുമായിട്ട് ഇങ്ങനെ നടക്കുക. എത്ര പേര് തുളസിക്ക് വിളക്ക് വയ്ക്കുന്നുണ്ട്, എത്ര പേര് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്നുണ്ട്, എത്ര പേര് ഏകാദശി നോക്കാറുണ്ട്, എത്ര പേര് നമ്മുടെ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പാരമ്പര്യവും പരിശുദ്ധതയും അതിൽ പറഞ്ഞിട്ടുള്ള ത്യാഗമനസ്ഥിതിയെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഭാരതീയന് അതെല്ലാം മറന്നുപോയി. എന്നാൽ വിദേശത്തുള്ളവര് വിദേശികളിൽ കേരള ഗവൺമെന്റിന്റെ മുൻ ചീഫ് സെക്രട്ടറി ബഹുമാന്യനായ ആർ രാമചന്ദ്രൻ നായർ അവർക്ക് ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും ഈ നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പേരിലും ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു.